ആളൂര് നടന്ന പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷനിലെ ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുള്ള പിണ്ടിയാണിത്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ബഹുമുഖ പ്രതിഭയെ തന്നെയാണ് കേട്ടോ. അപ്പോൾ മറ്റാരുമല്ല, നമ്മുടെ ജോവിനാണ്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ആളൂർ സെയിൻറ്റ് ജോസഫ് ഇടവകയിൽ അമ്പ് തിരുനാളിനോടനുബന്ധിച്ച് ടൗൺ അമ്പിന് നമുക്കിവിടെ ഒരു പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടവകയിലുള്ളവർ തന്നെ മത്സരിക്കണം എന്നൊന്നുമില്ല, എവിടെയുള്ള ആളുകളായാലും അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് പിണ്ടികൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ പേരാമ്പ്ര ഇടവകയിലുള്ള ഞർലേലി ജോർജേട്ടൻ അല്ലേ, ജോർജേട്ടൻ്റെ മോൻ ജോവിൻ ജോർജാണ്. അപ്പം നേരത്തെ പറഞ്ഞത് ബഹുമുഖ പ്രതിഭ എന്ന് വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഇവൻ ആദ്യം ചില്ലറക്കാരനൊന്നുമല്ല, നല്ല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അത് കൂടാതെ ഇവന് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട് അല്ലേ, എന്താണ് ആനത്തടം കൊമ്പനാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ കാണുക മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക, അവന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അവൻ നല്ലൊരു ഡയറക്ടറാണ്, ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഡയറക്ടർ മാത്രമല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കാനും അതുപോലെ തന്നെ ക്ലേ മോഡലിംഗ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ജോയി. അപ്പോൾ ഇവർ ഇടവകയിൽ നമുക്ക് ക്രിപ്പ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോഴും നമ്മൾ ആ ക്രിപ്പൊക്കെ കണ്ടു, നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്, അവനെ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ ഒരു വേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, അത്ര പെർഫെക്ഷനിലാണ് ഈ ഒരു വേസ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വേസ് നമ്മളിങ്ങനെ ഇതേപോലെ പെർഫെക്ഷനിൽ ഈ ഡയമണ്ട് ഷേപ്പ് എങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നതെന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇതെങ്ങനെയാണ് കുത്തുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ തന്നെ കാണിച്ചു തരാം കേട്ടോ. ജോവിന് അത് കറക്റ്റായിട്ട് ഒട്ടിക്കുന്നത് നമുക്ക് വീഡിയോ ഇതിൽ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം വേറൊരു സംശയം കൂടെ ഉള്ളത്, ഇതിൻ്റെ ഈ ടോപ്പിൽ ഈ ഒരു ഈർക്കിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പേപ്പറിലും ഓരോ ഈർക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ താഴേക്ക് നമ്മൾ ഈർക്കിൽ കൊടുക്കുന്നില്ല, ഈർക്കിലില്ലാതെ തന്നെ അത് ആ ഡയമണ്ട് ഷേപ്പിൽ അത് അങ്ങനെ ഫിനിഷിങ്ങിൽ വന്നോളും. അങ്ങനെയാണ് ഈ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ക്രീപ്പ് പേപ്പറിലാണ്. നല്ല ഭംഗിയായിട്ട്, ശരിക്കും ഇത് ഒറിജിനൽ ഫ്ലവറാണ് എന്ന് തന്നെ തോന്നുന്നുള്ളൂ, അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഡെക്കറേഷനാണ്. അപ്പോൾ ശരിക്കും ജോലി സൂപ്പറായിട്ടുണ്ട്. ജോവിൻ്റെ അമ്മച്ചി, ജോവിൻ്റെ പെങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അപ്പോൾ ജോവിൻ്റെ അപ്പച്ചി അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. കാരണം ഈ ഒരു വേസ് എങ്ങനെയാണ് കുത്തുന്നതെന്നുള്ളത് എല്ലാവരും കമൻറ്റിൽ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. അപ്പോൾ അതും കൂടെ കാണുക. ഒപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇനിയുമുണ്ട് ഒരുപാട് പിണ്ടി ഡെക്കറേഷൻസ് നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് കാണാം. എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്, ഈ ഫ്ലവർ വേസ് നമ്മൾ ആ പ്ലീറ്റുകൾ ഒട്ടിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണ് ആ ഡയമണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ജോവി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഈ വേസ് നമ്മൾ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ 2 ചൈന പേപ്പറിൻ്റെ ഷീറ്റ് കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട്, സെൻറ്ററിൽ ഒട്ടിച്ചതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 11 സെൻറ്റിമീറ്ററോളം ഗ്യാപ്പിൽ ഇവിടെ ഇങ്ങനെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഗ്യാപ്പിലാണ് ഗം വെച്ചിട്ട് ഓരോരോ ഷീറ്റുകളായിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. എന്നിട്ടാണ് ആ ഷേപ്പ് ഇതിൽ നിന്ന് വെട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് നമുക്കിങ്ങനെ വിടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടുത്തെ ജോവിനെ സഹായിക്കാനായിട്ട് അമ്മയും ചേച്ചിയാണ്. ഓക്കെ, അമ്മയും ചേച്ചിയും ഒക്കെ ഉണ്ട്. അപ്പൊ ഫാമിലി എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ജോവിന് എന്തായാലും ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടാണ് ഉള്ളത്. അപ്പൊ നല്ല ഭംഗിയായിട്ട് ഇതിവിടെ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ അടുത്ത സ്റ്റെപ്സ് ഒക്കെ നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ ഗമ്മ് കൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഓരോ ഷീറ്റ് ഒട്ടിച്ച് പോവാണ് ചെയ്യണേ. അപ്പൊ ആദ്യത്തെ ഷീറ്റ് ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഗമ്മ് കൊടുക്കുന്നത് ഈ ഗമ്മ് കൊടുത്ത അതേ പൊസിഷനിലല്ല, അതിന്റെ സെന്ററിലായിട്ടാണ്, ഓൾട്ടർനേറ്റ് ആയിട്ട് അതിന്റെ സെന്ററുകളിലാണ് നമ്മൾ ലൈനായിട്ട് ഇങ്ങനെ ഗമ്മ് കൊടുക്കേണ്ടത്. ഈ ബേസിന്റെ പ്ലീറ്റ്സ് എല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു കറക്റ്റ് ഗ്യാപ്പിൽ നമ്മുടെ പീസിന്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ ഡയമണ്ടിന്റെ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണോ വരുന്നത് അതനുസരിച്ച് ഇതാ ഇങ്ങനെ ഗമ്മ് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്നിട്ടാണ് നമ്മൾ അടുത്ത ഒരു പ്ലീറ്റ് ഇതിൽ വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടും.
ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് 10 ഷീറ്റ് കൂട്ടിച്ചേർത്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കുന്നു. അങ്ങനെ മാറ്റി വെക്കുക. അങ്ങനെ 10 സെറ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ആ 10 സെറ്റ് കൂട്ടി ഒരുമിച്ച് ഒട്ടിച്ചു കഴിയുമ്പോഴാണ് ഈ ഒരു ഫ്ലവർ വേസിലേക്ക് വേണ്ട 100 ഫ്ലീറ്റുകൾ കിട്ടുന്നത്. ഈ ഒരു ഷേപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഷീറ്റിൽ നിന്ന് രണ്ട് ഷേപ്പ് കിട്ടാവുന്ന രീതിയിലാണ് ഇത് വെട്ടിയിട്ടുള്ളത്. ഷേപ്പൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ കറക്റ്റ് എല്ലാം ഒരേ സൈസാണ് വന്നിട്ടുള്ളത്. അത് ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ നമ്മള് ആ കുത്തിയതിന് ശേഷം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത്ര ഭംഗിയിൽ കിട്ടില്ല. ഈ വെട്ടി മാറ്റിയ പേപ്പർ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് വീണ്ടും ആ വേസിന്റെ ഫ്ലീറ്റ് ഒരു സെറ്റും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്ത ഒരു പേപ്പർ, ഈ പേപ്പർ വെച്ചതിന് ശേഷം ഗമ്മ് കൊടുക്കുന്നത് ഇതിന് ഓൾട്ടർനേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ. അപ്പൊ ഇവിടെയാണ് ഇപ്പൊ നമ്മൾ ഗമ്മ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇതിന്റെ ഇടയിലല്ലേ കൊടുക്കുന്നത്. ഇതിന്റെ ഇടയിലാണ് അടുത്ത ഒരു പ്ലേറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഗമ്മ് കൊടുക്കേണ്ടത്. ഒരു ഷീറ്റിൽ നിന്ന് 2 സെറ്റ് നമുക്ക് കിട്ടാവുന്ന രീതിയിലാണ് ഈ ഒരു വേസിന്റെ ഷേപ്പ് വന്നിട്ടുള്ളത് കേട്ടോ. പക്ഷെ നമുക്ക് വേസിന്റെ ഷേപ്പ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇതേപോലെ 2 സെറ്റ് കിട്ടണം എന്നില്ല. അപ്പൊ അത് ഓരോരുത്തരും എടുക്കുന്ന ഷേപ്പ് അനുസരിച്ചിട്ടിരിക്കും. ഈ ഒരു ഷേപ്പ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിന് 2 എണ്ണം എന്തായാലും കിട്ടും. ഈ ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ജോയിൻ തന്നെയാണ്. ജോവിന്റെ ഇടവകയില്, പേരാമ്പ്ര ഇടവകയില് പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ ഇത്. ഇതിന് 3rd പ്രൈസും കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ജോയിൻ ഇത് ചെയ്തിട്ടുണ്ട്.